അപ്പോൾ വീണ്ടും നമ്മൾ ശബരിമല തന്നെയാണ് പോകുന്നത്. നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT സംഘത്തിൻ്റെ ശബരിമലയിലെ പരിശോധന 2ാം ദിനത്തിലേക്ക്. ലീഗൽ മെട്രോളജി അസസ്മെന്റ് സംഘവും SIT സംഘത്തോടൊപ്പമുണ്ട്. ശ്രീകോവിലിലെ എല്ലാ വശങ്ങളിലെയും സ്വർണ്ണപ്പാളികളിലെ സാമ്പിൾ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ശേഖരിക്കും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നു. അരുൺ, നേരത്തെ ഈ വാർത്ത ഒന്ന് പറഞ്ഞു പോയതാണ്, എങ്കിലും ഈ പരിശോധന നട തുറക്കുന്ന ദിവസങ്ങളിൽ തന്നെ വന്നുള്ള പരിശോധന അത് മുൻപും നമ്മൾ കണ്ടതാണ്. ഈ സംഘം ശേഖരിച്ചു തുടങ്ങിയോ സാമ്പിൾ? അതായത് നേരത്തെ വന്ന് ശേഖരിച്ചതാണെന്നാണ് ഓർമ്മ, പക്ഷേ അന്ന് പൂർണ്ണമായും ചെയ്തിട്ടില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം രാഷ്ട്രീയമായി തന്നെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. കാരണം ഈ ശബരിമലയിലെ അല്ലെങ്കിൽ സന്നിധാനത്തെ SITയുടെ പരിശോധന ഇന്നും തുടരും എന്നുള്ളത് തന്നെയാണ് അല്ലേ? 2ാം ദിനമാണ് പരിശോധന. നമുക്കറിയാം, നേരത്തെ പരിശോധന നടന്നിരുന്നു. VSCയിലടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ സാമ്പിളുകളൊന്നും എല്ലാം സ്വർണ്ണമാണോ എന്ന സംശയം വരികയാണ്. അപ്പോൾ വീണ്ടും കൃത്രിമം നടന്നിട്ടുണ്ട്. ഇനി അതോ ഇതിനിടയ്ക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ട് വച്ചോ? എല്ലാം സംശയമാണ്. കാരണം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ആ വിഗ്രഹം ഒറിജിനൽ തന്നെയാണോ എന്ന് എല്ലാമാണ് അടിച്ചു മാറ്റിയത്. അവിടെ കൊടിമര ഉണ്ടായിരുന്ന കൊടിമരയിൽ ഒരു ആലില കാണാനില്ല. ആലില അടിച്ചോട്ട് പോകണം. അപ്പോൾ മഹസറിൽ ആലിലയുണ്ട്, പക്ഷേ സ്ട്രോങ് റൂമിൽ എത്തുമ്പോഴേക്കും ആലില ഇല്ല. താഴികക്കുടം പിന്നെ അഭിഭാഷക കമ്മീഷണർ താഴേക്ക് അഴിച്ചു തക്കുകയാണ്. അത് ആരോടും ചോദിച്ചിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ അയ്യപ്പന്റെ മുതലല്ലേ ആരും ചോദിക്കാൻ ആർക്കും എന്തും ചെയ്യാം, അതാണ് അവസ്ഥ. ദേവസ്വം ബോർഡ് അവരുടെ വഴിക്ക്, ദേവസ്വം ബോർഡ് മറ്റു ചിലരെ മുന്നിൽ നിർത്തി കളിക്കുന്നു. അത് അഭിഭാഷക കമ്മീഷനായിട്ട് പോലും കോടതി പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അരുൺ കൊടുങ്ങൂരിലേക്ക് പോകാം. അരുൺ കൊടുങ്ങൂര് തയ്യാറാണ്. അരുൺ, ഈ SIT പരിശോധന ഇന്നും തുടരും എന്നുള്ളതാണ്. നേരത്തെയും പരിശോധന നടന്നിരുന്നതാണ്. എന്തായാലും ഈ 2ാം ഘട്ട പരിശോധന അത് എങ്ങനെയാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അരുൺ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് SITയെ സംബന്ധിച്ചുള്ള ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. സംഘവും ഉണ്ട് എന്നുള്ളതാണ്. അരുൺ കേൾക്കുന്നുണ്ട്? അരുൺ, എന്തായാലും പരിശോധന ഇന്നലെ രാത്രിയോടെയാണ് പരിശോധന ആരംഭിച്ചത്. 11 മണിയോടെയാണ് സംഘം പമ്പയിലേക്ക് എത്തുക. പമ്പയിലെത്തി അവലോകന യോഗം ചേർന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിലൊരു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൃത്യമായി തന്നെ വിവരിച്ചതിന് ശേഷമാണ് 1 മണിയോടെ സ്വച്ഛതയിലുള്ള സംഘം ശബരിമല സന്നിധാനത്തേക്ക് എത്തുക. ശബരിമല അതിനുശേഷം നടന്നു തുടങ്ങിയ 5 മണിക്കാണ്. 5 മണിക്ക് ശേഷമാണ് ഈ സ്വർണ്ണപ്പാളികൾ ഒരു പരിശോധന ആരംഭിക്കുക. ഈ പൂർണ്ണമായും പരിശോധന പാളികൾ ഇളക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന ആരംഭിച്ചത്. ഇത് പൂർണ്ണമായും പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായും ഊരി മാറ്റിയിരിക്കുകയാണ്. ഇതിനുശേഷം ഇന്ന് വൈകിട്ടോടെ തന്നെ അത് ഈ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം തിരിച്ച് ഘടിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. SITയെ സംബന്ധിച്ചോളം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ പ്രതിപട്ടികയിലുള്ള ആളുകളൊക്കെ തന്നെ സ്വാഭാവികമായ ജാമ്യം നേടി പുറത്തേക്ക് വരികയാണ്. ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാനായില്ല, വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് SITയെ സംബന്ധിച്ചോളം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണപ്പാളികളുടെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് ആധികാരികമായിരിക്കണം, സമഗ്രമായിരിക്കണം, സസൂക്ഷ്മമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് വീണ്ടും പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചത്. അതിന് ഹൈക്കോടതിയുടെ ഒരു അനുമതി തേടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതിനുള്ള ഒരു അനുമതി ഹൈക്കോടതി നൽകുകയും ചെയ്തിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ SIT സംഘം വീണ്ടും ശബരിമല സന്നിധാനത്തെത്തി ഈ സ്വർണ്ണപ്പാളികളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കാൻ പറയുന്നത്. എന്തായാലും പുലർച്ചെ തന്നെ ഇതിനുള്ള നടപടികളൊക്കെ തന്നെ 2ാം ദിവസത്തെ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഇത് പൂർണ്ണമായും അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും SITയെ സംബന്ധിച്ചോളം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു. അത് അറസ്റ്റ് അടക്കം രാഷ്ട്രീയ പ്രേരിതമെന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കൊക്കെ നിൽക്കുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടിയാണ് ഈ സാമ്പിൾ ശേഖരണം നടക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാഹി, എന്തായാലും ഈ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഇനി SIT ഒരു കുറ്റപത്രം എന്ന രീതിയിലേക്ക് മാറുക എന്ന് തോന്നുന്നു. എന്തായാലും ഉടനെയൊന്നും കുറ്റപത്രം പ്രതീക്ഷിക്കാതെ
അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷേ ഈ സാമ്പിളുകൾ കൃത്യമായി പരിശോധിച്ചാൽ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തത തെളിഞ്ഞു വരും. വരും. സ്വർണം തെളിഞ്ഞു വരുമെന്നാണോ, ചെമ്പ് തെളിഞ്ഞു വരുമെന്നാണോ, എന്തായാലും കൃത്യമായി നമുക്കറിയാൻ പറ്റും. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ വാർത്ത നമുക്ക് കൂടുതൽ സജീവമാക്കി നൽകേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.